ഹലോ ഗായ്സ്, അപ്പം ബേബി ഗേൾ മൂവി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കറിയണ്ടേ? I could do this all day, I could do this all night, all month, all year for my... മൂവി ഒരു ക്ലാസിക്കൽ, ഒരു ഇമോഷണൽ ത്രില്ലർ മൂവിയാണ്. ഇത് മൂന്നും ചേർന്നിട്ടുള്ള വളരെ നല്ലൊരു ഫാമിലി മൂവിയാണ് ബേബി ഗേൾ എന്ന് പറയുന്നത്. സോ തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റിയ, കുടുംബത്തോട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പടം. നല്ല രീതിയിലൊക്കെ സ്റ്റോറിയൊക്കെ ചെയ്ത് നമുക്ക് അത്യാവശ്യം 2 മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു പടം. നല്ല സ്റ്റോറി ലൈനുണ്ട്, നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കിങ്ങിൻ്റെ കാര്യം നമ്മൾ ഇതിൽ പറയേണ്ട കാര്യമില്ല, കാരണം ഇതൊരു സാധാരണ ഒരു സ്റ്റോറി മൂവിയാണ്. സോ അങ്ങനത്തെ ഒരു സ്റ്റോറി മൂവി ആകുമ്പോൾ നമ്മൾ മേക്കിങ്ങിലല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതിൽ വരുന്ന സ്റ്റോറിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ വളരെ സാധാരണ ലെവലിൽ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. കാരണം മേ ബി ബഡ്ജറ്റിൻ്റെ ഇതായിരിക്കാം, എന്തായാലും അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. പിന്നെ ഈ മൂവി എൻറ്റയർലി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചാണ്. ട്രിവാൻഡ്രത്ത് ഓരോ മുക്കും മൂലയും നിങ്ങൾക്ക് ഈ ഒരു മൂവിയിൽ കാണാം. എടുത്തു പറയേണ്ടത്, എൻ്റെ സ്ഥലപ്പേര് ഈ മൂവിയിൽ മെയിനായിട്ട് പറയുന്നുണ്ട്. കിടില സൈന. അപ്പം മൂവിയിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിവിൻ പോളിയുടെ 2ാമത്തെ കിട്ടിലെ പടം വന്നിരിക്കുകയാണ്. ഒട്ടും ബോറിംഗ് അല്ല, നിങ്ങൾ സർവമായ പോലെ എക്സ്പെക്റ്റ് ചെയ്ത് പോകേണ്ട ഒരു മൂവിയല്ല. അത് വേറൊരു ലെവൽ സ്റ്റോറിയുള്ളൊരു സംഭവമാണ്. ഇത് അങ്ങനത്തെ സ്റ്റോറിയല്ല, ക്ലാസിക്കൽ സ്റ്റോറിയാണ്. ഫാമിലി ആയിട്ട് വന്നിരുന്ന് 2 മണിക്കൂർ കണ്ട് നമുക്ക് പോവാം. നല്ലൊരു സ്റ്റോറി കണ്ടതിൻ്റെ ഒരു ഹാപ്പിനെസ്, ഒരു ക്ലൈമാക്സ്, ഹാപ്പി എൻഡിങ് ഉണ്ട്, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് ഹാഫ് ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പം ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല, അത്ര ലാഗിങ് ഒന്നുമില്ല. ഒരു ത്രില്ലർ ആയതുകൊണ്ട് നമുക്ക് ലാഗിങ് എന്ന് പറയാൻ പറ്റില്ല. ക്ലൈമാക്സ് വരുമ്പോൾ ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സുമാണ്. സോ അതാണ് പറയുന്നത്, ഒരു ക്ലാസിക്കൽ മൂവി. ഒരു ക്ലാസിക് മൂവിയിൽ കാണുന്ന എല്ലാവിധ സംഭവങ്ങളും ഇൻവോൾവ് ചെയ്ത് അല്ലെങ്കിൽ ആഡ് ചെയ്ത ഒരു മൂവി. അതാണ് ബേബി ഗേൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളിയാണ്. നിവിൻ പോളി ഒരു മെയിൻ ആക്ടറാണ് ഈ മൂവിയിലെ. പലരും റിവ്യൂവിൽ ഞാൻ കേട്ടായിരുന്നു, ഷസാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിവിൻ പോളിയിൽ ഇതിൽ റോളൊന്നും ഇല്ലെന്നാണ് ഷസാം പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല, പുള്ളിക്കാരന് അത്യാവശ്യം ഒരു മെയിൻ റോള് തന്നെയാണുള്ള, അല്ലാതെ സപ്പോർട്ടിങ് ഒന്നുമല്ല. അതുകൊണ്ട് ഷസാം ബ്രോ ഇങ്ങനെയൊന്നും പറയില്ല. പുള്ളിക്ക് അത്യാവശ്യം മെയിൻ ഒരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളി അത് വളരെ വൃത്തിയും വെടുപ്പുമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നിവിൻ പോളിയുടെ സർവ്വമയക്ക് ശേഷം വീണ്ടും നല്ലൊരു പടം, നല്ല കാണാൻ പറ്റുന്നൊരു പടം. പുള്ളി എന്തായാലും നല്ല പടങ്ങൾ എടുത്തു തുടങ്ങിയത് നന്നായി. പിന്നെ ആക്ട്രസ് എടുത്ത് പറയേണ്ടതാണ് ലിജോ മോൾ ജോസ്, എല്ലാവർക്കും അറിയായിരിക്കാം. സോ പുള്ളിക്കാരി കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ഇമോഷണൽ സീൻസും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിടിലമായിട്ട് പുള്ളിക്കാരി ചെയ്യും. പിന്നെ ജാഫർ ഇടുക്കി, പുള്ളിക്കാരന് ചെറിയൊരു റോളേ ഉള്ളൂ, വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അസീസ് നെടുമങ്ങാട്, പുള്ളിക്ക് സ്ഥിരം പോലീസ് വേഷമാണ്, ഇതിലും പോലീസ് വേഷമാണ്. പുള്ളിക്കത് നല്ല മാച്ചിങ്ങുമാണ്, നമുക്ക് കണ്ടാലും ഒന്നും തോന്നത്തില്ല, എത്ര തവണ കണ്ടാലും നല്ല മാച്ചിങ്ങാണ് പുള്ളിക്കാരന്. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട സംഗീത് പ്രതാപ്, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. യെസ്, പുള്ളിക്കാരി ഇതിലൊരു ലീഡ് റോള് തന്നെയാണ്. സോ പുള്ളി നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ, എല്ലാ മൂവീസിലും പുള്ളി തുറന്ന് വെച്ചിരിക്കുന്ന ഒരു അഭിനയമുണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അത് പുള്ളി ഒന്ന് ചേഞ്ച് ചെയ്ത് പിടിക്കണം. ഇനിയെങ്കിലും നെക്സ്റ്റ് മൂവി കിട്ടുമെങ്കിൽ അത് ഒത്തിരി ഉണ്ട്. അത് എനിക്കെന്തോ അരോചകമായിട്ട് തോന്നി, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു ആക്ടർ അഭിമന്യു തിലകനാണ്, നമ്മുടെ മാർക്കോയുടെ വില്ലൻ. പുള്ളിക്ക് നല്ല കിടിലൊരു വേഷം കൊടുത്തിട്ടുണ്ടായിരുന്നു, പുള്ളി അത് വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ടേഴ്സ് എല്ലാം കിടിലമായിട്ട് ഈ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡയറക്ടർ അരുൺ വർമ്മയാണ്, നമ്മുടെ ഗരുഡൻ മൂവിയുടെ സെയിം ഡയറക്ടർ. പുള്ളിക്ക് നല്ല ക്ലീനായിട്ട് പുള്ളിക്ക് ഇമോഷണൽ ത്രില്ലർ എങ്ങനെ ചെയ്യണമെന്നറിയാം. അത് ആ ഗരുഡൻ മൂവി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രൊഡ്യൂസർ ലിസിൻ സ്റ്റീഫനാണ്. പുള്ളി നല്ല പടങ്ങൾ എപ്പോഴും ചെയ്യുന്നൊരു വ്യക്തിയാണ്, അതുകൊണ്ടൊരു ഹോപ്പുണ്ട് പുള്ളി ചെയ്യുന്ന പടങ്ങളിൽ. പിന്നെ റൈറ്റർ ബോബി ആൻഡ് സഞ്ജയാണ്, അവരാണ് ട്രാഫിക് മൂവിയുടെ റൈറ്ററും. സോ അതിൻ്റെ ഒരു ചെറിയ കണക്ഷൻസൊക്കെ നമുക്ക് ക്ലൈമാക്സിൽ കാണാം, ഒരു ചേസ് സീനൊക്കെ ഉണ്ട്. സോ അത് കാണുമ്പം ട്രാഫിക്കിൻ്റെ എന്തൊക്കെയോ പോലെ തോന്നാം, മേ ബി, എനിക്കറിഞ്ഞൂടെ. ഓക്കെ, പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം, മ്യൂസിക് ഭയങ്കര ഒരു ഡൾ മ്യൂസിക് പോലെ തോന്നി. കുറച്ചുകൂടെ എന്തുവാ
ത്രില്ലിങ് ടൈപ്പ് ഓഫ് സംഭവം ചെയ്യായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്റ്റോറിയിലാണ്. സോ സ്റ്റോറി വൈസ് കിട്ടില്ലമാണ്, നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ്, ഒരു ഹാപ്പി ക്ലൈമാക്സ്, അതാണ് എല്ലാ പ്രേക്ഷകർക്കും ആവശ്യമുള്ളത്. എങ്ങനെയൊക്കെ പടം കാണുമ്പോൾ ഒരു ഹാപ്പി ക്ലൈമാക്സ് ഉണ്ട്, നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ഹാപ്പിനെസ് ഇല്ലേ, അത് ഈ ഒരു മൂവിയിലുണ്ട്. ഇത് ഫാമിലി മൂവി എന്ന് എടുത്ത് പറയുന്നത് തന്നെ അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഒരു ക്ലാസിക് മൂവി എന്ന് പറയുമ്പോൾ വരേണ്ട സംഭവങ്ങളാണ് ഇമോഷൻസ്, അതുപോലെ തന്നെ ത്രില്ലിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ ഒരു ഹാപ്പി ക്ലൈമാക്സ്, അതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഇതിനൊരു ക്ലാസിക് മൂവി എന്ന് പറയുന്നത് ബേബി ഗേൾ എന്ന് പറയും. പിന്നെ ഇതിൽ ട്രിവാൻഡ്രത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ട്രിവാൻഡ്രം ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി കാണുമ്പോൾ മനസ്സിലാവും ട്രിവാൻഡ്രത്ത് ഓരോ മുക്കുമൂല ഇതിലേക്ക് ഈ മൂവിയിലുണ്ട്. ഇവരെപ്പോഴും ഷൂട്ട് ചെയ്യുന്ന പോലും അറിയില്ല. ഞാൻ പോകുന്ന ഒരു 100-99% സ്ഥലങ്ങളും ഈ ഒരു മൂവിയിലുണ്ട്. സോ നല്ല ട്രിവാൻഡ്രത്ത് വെച്ച് കിടിലായിട്ട് ഷൂട്ട് ചെയ്തു. അത് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഈ മൂവി ഭയങ്കര ഹൈപ്പ് വെച്ചൊന്നും പോയി കാണണ്ട. നിങ്ങൾ മൂവിക്ക് പോകണം എന്നൊരു ഫാമിലി പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ബേബി ഗേൾ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പൈസ കൊടുത്തിട്ടോ അയ്യോ പൈസ വേസ്റ്റായി അങ്ങനെയൊക്കെ പറയും, അങ്ങനെയൊന്നുമില്ല. നല്ല ധൈര്യമായിട്ട് കയറി കാണാം. 2 മണിക്കൂർ വെർത്താണ്. നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ കണ്ടിരിക്കും. നല്ലൊരു സ്റ്റോറി ആയതുകൊണ്ട് നമ്മൾ എന്തായാലും കണ്ടിരിക്കും. പിന്നെ സ്റ്റോറി ലൈന് എന്തിനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തീം വരുന്നത് ഹോസ്പിറ്റലാണ്. പിന്നെ അവിടെ നടക്കുന്നൊരു ത്രില്ലിങ് സംഭവമാണ്. മേ ബി നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഒരു ബേബി ഗേൾ മിസ്സിങ് കേസാണ്. വേറെ ഇതിൽ സ്പോയിലറൊന്നും പറയാനൊന്നുമില്ല. ത്രില്ലറാണ്, ആരാണ് ചെയ്ത അങ്ങനെയൊക്കെ വരാം, ബട്ട് സ്പോയിലറായിട്ടൊന്നുമില്ല അതിൽ. അതിനെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ആ ഒരു മിസ്സിങ് കേസ്, അല്ലെങ്കിൽ ഒരു മിസ്സിങ് കേസ്. അത്രയും ഞാൻ പറയുന്നു, ഞാൻ ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ മേക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ സാധാരണ ഒരു മൂവി നമ്മൾ ട്രാഫിക് മൂവി കണ്ടിട്ടുണ്ട്, പിന്നെ ആക്ഷൻ ഹീറോ ബിജു, അതുപോലെയൊക്കെ ഒരു സാധാരണ രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു പടം. അല്ലാതെ ഭയങ്കര വിഷ്വൽ എഫക്ട്സ്, ക്യാമറ ആംഗിൾസ് അങ്ങനത്തെ ഇതൊന്നും നോക്കണ്ട. ഒരു നോർമൽ ലെവലിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് കിടക്കുന്ന ഒരു മൂവി സ്റ്റോറി. അപ്പോൾ അതാണ് ബേബി ഗേൾ. വീക്കെൻഡാണ് വരുന്നത്. വേറെ പടത്തിനൊന്നും മിക്കവാറും കണ്ട് കാണും പടങ്ങൾ. അപ്പം 2 മൂവിയാണ് മലയാളത്തിൽ വന്നിരിക്കുന്നത്, ചത്താപ്പച്ചിയും പിന്നെ ബേബി ഗേൾ. നിങ്ങൾക്ക് രണ്ടും പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. പിന്നെ ഈ മൂവി ബേബി ഗേൾ എന്ന് പറയുന്ന മൂവി മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് ഞാൻ പറയത്തില്ല, OTT വന്നാലും കാണാനുള്ള ഒരു മൂവിയേ ഉള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. എങ്കിലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം, ഒരുപാട് പേരുടെ എഫേർട്ടുള്ളതാണ്, പോയി കാണുന്നത് നല്ലതായിരിക്കും. പിന്നെ ചത്താപ്പച്ച ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. കാരണം അതിന് മേക്കിംഗ് സംഭവങ്ങൾ കുറേ കൂടെ ടെക്നിക്കൽ സൈഡ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. സോ ആ മൂവി നിങ്ങൾ മസ്റ്റ് വാച്ചും. ഈ മൂവി നിങ്ങൾ പോയി കാണണമെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ OTT കണ്ടാലും കുഴപ്പമില്ല, ബോറിംഗ് പടമല്ല, നല്ല പടമാണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, നല്ല സ്റ്റോറിയാണ്. നിവിൻ പോളി വീണ്ടും നല്ലൊരു മൂവിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്, ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. അതൊരിക്കലും സി യു, ബൈ.